വചനാഗ്നി വചനാഗ്നി ആത്മാവിൽ അഭിഷേക വചനാഗ്നി 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 ആത്മാവിൽ അഭിഷേക വചനാഗ്നി ദേശങ്ങൾ രാജ്യങ്ങൾ ഗോത്രങ്ങൾ വംശങ്ങളെങ്ങും അറിയട്ടെ വചനാഗ്നി ദേശങ്ങൾ രാജ്യങ്ങൾ ഗോത്രങ്ങൾ വംശങ്ങളെങ്ങും പടരട്ടെ വചനാഗ്നി 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 ആത്മാവിൽ അഭിഷേക വചനാഗ്നി 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 ആത്മാവിൽ അഭിഷേക വചനാഗ്നി അഗ്നി അയക്കുന്ന തിരുവചനം അത്ഭുതങ്ങൾ ഉളവാക്കും വചനം അഗ്നി അയക്കുന്ന തിരുവചനം അത്ഭുതങ്ങൾ ഉളവാക്കും വചനം വിശ്വാസമേകുന്ന തിരുവചനം മാംസമായി തീർന്നൊരു ദൈവവചനം വിശ്വാസമേകുന്ന തിരുവചനം മാംസമായി തീർന്നൊരു ദൈവവചനം വചനാഗ്നി വചനാഗ്നി ആത്മാവിൽ അഭിഷേക വചനാഗ്നി 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 ആത്മാവിൽ അഭിഷേക വചനാഗ്നി ഹല്ലേലൂയ, പ്രൈസ് ദ ലോർഡ്. യേശുവിൽ എനിക്ക് ഏറ്റവും പ്രിയം നിറഞ്ഞ പ്രിയ സഹോദരിമാരെ, സഹോദരന്മാരെ, കർത്താവായ യേശുവിൻ്റെ വലിയ നാമത്തിൽ നിങ്ങളെ ഏവരെയും ഈ വചന ശുശ്രൂഷയിലേക്ക് ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. ഇന്നത്തെ വചന ശുശ്രൂഷയിലൂടെ ദൈവം നമ്മുടെ ജീവിതത്തിൽ ശാപത്തിൽ നിന്ന് അനുഗ്രഹത്തിലേക്ക് നമ്മളെ നയിക്കട്ടെ. ദൈവം ആഗ്രഹിക്കാത്ത നമ്മിലെ എല്ലാ കുറവുകളും, പാപ അവസ്ഥ, ഇതിനെല്ലാം ഒരു വിട്ടുതലും വിശുദ്ധീകരണവും കിട്ടി ദൈവത്തിന് ഇഷ്ടപ്പെട്ട ഇസ്രായേൽ എന്ന ദൈവത്തിൻ്റെ പ്രഭു എന്ന അനുഗ്രഹം പ്രാപിച്ചെടുക്കുവാൻ നമുക്കൊരുങ്ങാം, പ്രാർത്ഥിക്കാം. ഒരു നിമിഷം നമുക്ക് കണ്ണുകളെ അടയ്ക്കാം. എൻ്റെ മുൻപിലായിരിക്കുന്ന ഓരോ സഹോദരി സഹോദരങ്ങളെയും കർത്താവേ നിന്റെ പക്കലേക്ക് സമർപ്പിക്കുകയാണ്. അവർ എവിടെയായിരുന്നാലും നീ അവരുടെ ജീവിതത്തിൽ ഇടപെടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നീ അവരെ വിശുദ്ധീകരിക്കണമേ. തകർന്ന ജീവിതങ്ങളെ തൊടണമേ. വേദനയിലൂടെ കടന്നു പോകുന്നവർക്ക് നീ ഒരു ആശ്വാസമാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അനുഗ്രഹത്തിന് ഉയർച്ചയ്ക്ക് തടസ്സമായി ഇവരുടെ ജീവിതത്തിൽ നിൽക്കുന്ന എല്ലാ പാപത്തിൽ നിന്നും, അശുദ്ധിയിൽ നിന്നും, പാപത്തിൻ്റെ എല്ലാ അടിമത്വത്തിൽ നിന്നും എന്നേക്കുമായി നീ വിട്ടുവയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. കാൽവരിയിൽ ഞങ്ങൾക്ക് വേണ്ടി ചിന്തി അങ്ങയുടെ പരിശുദ്ധ രക്തം ഇവിടെ മേൽ തളിക്കുന്നു. പരിശുദ്ധ രക്തത്തിൻ്റെ യോഗ്യതയാൽ ഞങ്ങൾക്ക് നൽകപ്പെട്ട യേശുവിൻ്റെ നാമത്തിൻ്റെ ശക്തിയാലും പിതാവേ, അപ്പാ, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവജനത്തിന് വിട്ടുതലുണ്ടാകട്ടെ. സത്യം അറിയുകയും സത്യം അവരെ സ്വതന്ത്രരാക്കുകയും ചെയ്യട്ടെ. ദൈവമക്കളെന്ന പദവിയിൽ ഉള്ള ഒരു വിശുദ്ധ ജീവിതം ഇന്ന് ഈ ലോകത്തിൽ തന്നെ ജീവിക്കുവാൻ നീ ഇവരെ സഹായിക്കണമേ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ, ആമേൻ.
വചനത്തിന്റെ വിത്ത് വിതയ്ക്കാൻ പോകാം, സ്നേഹത്തിന്റെ കതിരുകൾ കൊയ്യാൻ പോകാം. വചനത്തിന്റെ വിത്ത് വിതയ്ക്കാൻ പോകാം, സ്നേഹത്തിന്റെ കതിരുകൾ കൊയ്യാൻ പോകാം. എനിക്ക് ഏറ്റവും സ്നേഹം നിറഞ്ഞ പ്രിയ സഹോദരി സഹോദരങ്ങളെ, ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന ചിന്താ വിഷയം എന്നിലെ എന്നെ ഉരിഞ്ഞു കളയുക എന്നുള്ളതാണ്. പ്രിയമുള്ളവരെ, നമ്മളിലെല്ലാം ഞാൻ എന്ന് പറയുന്ന ഒരു വ്യക്തി ഒളിഞ്ഞു കിടപ്പുണ്ട്. എൻ്റെ ഞാൻ എന്നുള്ള മനോഭാവങ്ങൾ, ആ വ്യക്തിത്വവുമായി ബന്ധപ്പെട്ട ദുസ്വഭാവങ്ങൾ, ദുശീലങ്ങൾ, ചില സ്വഭാവ പ്രകടനങ്ങൾ, പ്രത്യേകതകൾ എല്ലാം നമ്മുടെ ഉള്ളിൽ ഒളിഞ്ഞു കിടപ്പുണ്ട്. ഇതിൽ നിന്ന് നമുക്ക് ഒരു വിടുതൽ ആവശ്യമാണ്, സൗഖ്യം ആവശ്യമാണ്. ഇതിനാധാരമായി തിരുവചനത്തിൽ നിന്ന് നമ്മളൊരു സംഭവം നമ്മൾ ധ്യാനിക്കുകയാണ്. ഉൽപ്പത്തിയുടെ പുസ്തകം 32-ാം അധ്യായം 22 മുതലുള്ള തിരുവചനങ്ങൾ. അവിടെ യാക്കോബിന്റെ മൽപ്പിടുത്തമാണ് രേഖപ്പെടുത്തുക. യാക്കോബ് നമുക്കറിയാം, അബ്രഹാത്തിന്റെ മകനായ ഇസ്ഹാക്ക്, ഇസ്ഹാക്കിന്റെ 2 മക്കളിൽ ഇളയവനായ യാക്കോബ്. യാക്കോബ് ചേട്ടനെ ഭയന്ന് ചേട്ടന് കിട്ടേണ്ട അനുഗ്രഹം അപ്പനിൽ നിന്ന് ആൾമാറാട്ടം നടത്തി തട്ടിയെടുത്ത്, അന്ന് ചേട്ടനെ ഭയന്ന് അവൻ്റെ അമ്മയുടെ ആങ്ങളയുടെ വീട്ടിലേക്ക്, അമ്മാവൻ്റെ വീട്ടിലേക്ക് പോയതാ. അങ്ങനെ അമ്മാവൻ്റെ വീട്ടിൽ ദൂരദേശത്ത് അമ്മാവൻ്റെ 2 മക്കളെ, പെൺമക്കളെ വിവാഹം കഴിച്ച് അവിടെ സമൃദ്ധിയിൽ സമ്പന്നനായി അങ്ങനെ 14 വർഷത്തെ അമ്മായിയപ്പൻ്റെ കൂടെയുള്ള അമ്മായിയപ്പൻ്റെ വീട്ടിലുള്ള ആ കുടുംബജീവിതമൊക്കെ നയിച്ച് അതിനുശേഷം ഇതാ ആ ദേശത്തോടും ആ വീടിനോടെല്ലാം യാത്ര പറഞ്ഞ് സ്വന്തം സഹോദരൻ്റെ അടുക്കിലേക്ക്, താൻ ജനിച്ചു വളർന്ന തൻ്റെ സ്വന്തം മണ്ണിലേക്ക് ആ യാക്കോബ് മടങ്ങി വരികയാണ്. തൻ്റെ ചേട്ടനെ കാണണം, തൻ്റെ രക്തബന്ധവുമായി ബന്ധപ്പെടണം എന്നുള്ള ആ ആഗ്രഹത്താൽ 14 വർഷങ്ങൾക്ക് ശേഷം ഒളിച്ചോടിപ്പോയ യാക്കോബ് ഇതാ മടങ്ങി വരുന്നു. ഇങ്ങനെ മടങ്ങി വരുമ്പോൾ ഈ യാക്കോബിന് ഒരു അറിയിപ്പ് കിട്ടി, വിവരം കിട്ടി. ഇതാ എന്നോടുള്ള പ്രതികാര ചിന്തയുമായി തൻ്റെ സഹോദരൻ ഏസാവ് അനേകം പടയാളികളുമായിട്ട് ഇതാ എന്നോട് എതിരിടാൻ, ഇതാ എനിക്ക് നേരെ, എനിക്ക് അഭിമുഖമായി വരികയാണ് എന്നുള്ള രഹസ്യ വിവരം കിട്ടി. ഇത് കിട്ടിയപ്പോൾ യാക്കോബ് അവൻ ഭയപ്പെട്ടു. തൻ്റെ സമ്പത്തുകളെല്ലാം, തൻ്റെ ഭാര്യമാരെയും മക്കളെയും എല്ലാം നഷ്ടപ്പെട്ട് പോയാലോ എന്ന് വിചാരിച്ച് അവൻ ഭയപ്പെട്ട്, ബൈബിൾ പറയുന്നു, യാവോക്ക് എന്ന് പറയുന്ന കടവ് കടന്ന് തൻ്റെ 2 ഭാര്യമാരെയും അവരുടെ ആയമാരെയും തൻ്റെ 11 മക്കളെയും തൻ്റെ സമ്പത്തുകളെയും എല്ലാം അക്കരെ കയറ്റി.
വീണ്ടും നീന്തിക്കേറി ഇക്കരെ വന്ന് അവൻ ആ രാത്രിയിൽ പ്രിയമുള്ളവരെ ദൈവവുമായി ഒരു മൽപ്പിടുത്തം നടത്തുകയാണ്. അതാണ് അവിടെ പശ്ചാത്തലം. ദൈവവുമായുള്ള യാക്കോബിന്റെ മൽപ്പിടുത്തം. 25-ാമത്തെ തിരുവചനം ഇങ്ങനെ പറയുന്നു: കീഴടങ്ങാൻ സാധ്യമല്ലെന്ന് കണ്ടപ്പോൾ അവൻ യാക്കോബിന്റെ അരക്കെട്ടിൽ തട്ടി. മൽപ്പിടുത്തത്തിനിടയിൽ യാക്കോബിന്റെ തുട അരക്കെട്ടിൽ നിന്ന് തെറ്റി. അവൻ പറഞ്ഞു, നേരം പുലരുകയാണ്, ഞാൻ പോകട്ടെ. യാക്കോബ് മറുപടി പറഞ്ഞു, എന്നെ അനുഗ്രഹിച്ചാൽ അല്ലാതെ ഞാൻ അങ്ങയെ വിടുകയില്ല. അപ്പോൾ ഈ ദൈവവുമായി അല്ലെങ്കിൽ ദൈവത്തിൻ്റെ പ്രതീകമായി ഇവിടെ നിൽക്കുന്ന ദൈവദൂതനുമായി ഈ യാക്കോബ് വലിയൊരു മൽപ്പിടുത്തം നടത്തുകയാണ്. ഈ രാത്രി മുഴുവൻ തുടർന്നു ഈ മൽപ്പിടുത്തം. നേരം വെളുക്കാറായി, സൂര്യൻ ഉദിച്ചു. അപ്പോൾ ദൈവദൂതൻ പറയുകയാണ്, എടാ യാക്കോബേ, ഇതാ നേരം വെളുത്തു, സൂര്യൻ ഉദിച്ചു. നമ്മുടെ ഈ മൽപ്പിടുത്തം നാട്ടുകാർ കാണും. അതുകൊണ്ട് നീ എന്നെ വിട്ടേ, ഞാൻ പോകട്ടെ. യാക്കോബ് പറയുക, ഞാൻ നിന്നെ വിടുകയില്ല. എന്നെ അനുഗ്രഹിച്ചാലല്ലാതെ നിന്നെ ഞാൻ വിടുകയില്ല എന്ന് പറഞ്ഞ് യാക്കോബ് ദൈവദൂതന്റെ അരക്കട്ടൽ വട്ടം അങ്ങോട്ട് കെട്ടിപ്പിടിക്കുക. തനിക്ക് പോകാൻ പറ്റുകയില്ല എന്ന് മനസ്സിലായപ്പോൾ യാക്കോബിന്റെ അരക്കെട്ടിന് ദൈവദൂതനോട് ഒറ്റ അടിയം കൊടുത്തു. യാക്കോബിന്റെ അരക്കെട്ട് ഇതാ ആ അരയിൽ നിന്ന് വിട്ടുപോയി. അവിടെ ഉളുക്കുണ്ടായി. അരയിൽ നിന്ന് അരക്കെട്ട് വിട്ടുപോയിട്ടും യാക്കോബ് പിടിപെട്ടില്ല. യാക്കോബിന്റെ പിടി വളരെ ശക്തമായ പിടിയായിരുന്നു. എന്തിനു വേണ്ടിയുള്ള ഒരു മൽപ്പിടുത്തമായിരുന്നു അവിടെ? പ്രിയമുള്ളവരെ, അനുഗ്രഹത്തിന് വേണ്ടിയുള്ള മൽപ്പിടുത്തമായിരുന്നു അവിടെ നടത്തിയത്. ഹല്ലേലൂയ. പ്രാർത്ഥനയാൽ, ദൈവവുമായിട്ടുള്ള പ്രാർത്ഥനയാലുള്ള ഒരു മൽപ്പിടുത്തം ഇതാ യാക്കോബ് ഇവിടെ നടത്തുകയാണ്. നേരം വെളുത്തിട്ടും പിടിവിട്ടില്ല. സൂര്യൻ ഉദിച്ചു. ദൈവദൂതൻ പറഞ്ഞു, ഞാൻ പോകാൻ സമയമായി. എന്നിട്ടും പിടിവിട്ടുന്നില്ല. എന്നെ അനുഗ്രഹിച്ചാലല്ലാതെ നിന്നെ ഞാൻ വിട്ടുകയില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്നെ ദൈവദൂതൻ ചോദിക്കുന്നുണ്ട്, നിന്റെ പേരെന്താ? യാക്കോബ് പറയുകയാണ്, എൻ്റെ പേര് യാക്കോബ് എന്നാണ്. ഉടനെ ദൈവദൂതൻ പറയുന്നു, അല്ലെങ്കിൽ ദൈവം പറയുന്നു, നിന്റെ പേര് യാക്കോബ് എന്നല്ല, പിന്നെയോ ഇന്ന് മുതൽ നീ ദൈവത്തിൻ്റെ പ്രഭു എന്ന പേരിൽ നീ അറിയപ്പെടും. നീ ഇസ്രായേൽ എന്ന് വിളിക്കപ്പെടും. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, യാക്കോബ് അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു, ഒരു മൽപ്പിടുത്തം നടത്തി, അങ്ങനെ ദൈവത്തിൽ നിന്ന് അനുഗ്രഹം പ്രാപിച്ചു എന്ന തിരുവചനം ഇവിടെ രേഖപ്പെടുത്തുന്നു. ഞാൻ ചോദിക്കട്ടെ, യാക്കോബ് എന്തിനു വേണ്ടിയുള്ള അനുഗ്രഹമായിരുന്നു ചോദിച്ചത്? നമ്മുടെ എല്ലാം ജീവിതത്തിൽ അല്ലെങ്കിൽ അനുഗ്രഹം എന്ന് പറയുമ്പോൾ പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക്, ചിന്തയിലേക്ക് കടന്നു വരുന്നത് എന്നതാ? എങ്ങനെയുള്ള അനുഗ്രഹമാണ്? അനുഗ്രഹം എന്ന് കേൾക്കുമ്പോൾ ശരീരത്തിൻ്റെ തലത്തിലുള്ള സൗഖ്യം, സാമ്പത്തിക മേഖലയിലുള്ള കടബാധ്യത മാറുന്ന അവസ്ഥ, ഇപ്പോൾ ഉള്ള നിലവാരത്തിൽ നിന്ന് സാമ്പത്തികമായി ഉയർച്ച, വീട്, വലിയൊരു വീട് വെക്കുക, കാറില്ലെങ്കിൽ കാറുണ്ടാകുക, നല്ല അടിപൊളി ഒരു വിവാഹം, അല്ലെങ്കിൽ വിദേശത്ത് യാത്ര പോകുക, ഒരു സ്ഥലം കൂടി കുറച്ചും കൂടെ വാങ്ങുക, വിദ്യാഭ്യാസ മേഖലയിൽ ഉയർച്ചയുണ്ടാകുക, ജോലി ഇല്ലെങ്കിൽ ജോലി കിട്ടുക, വിദേശ യാത്ര ശരിയാകുക,
അപ്പോൾ അനുഗ്രഹം എന്ന് പറയുമ്പോൾ നമ്മുടെ എല്ലാം ചിന്തയിലേക്ക് പെട്ടെന്ന് കടന്നു വരുന്നത് ഈ വക കാഴ്ചപ്പാടുകളാണ്. അപ്പൊ ഇതിനു വേണ്ടിയായിരുന്നു യാക്കോബ് പ്രാർത്ഥിച്ചത്, അനുഗ്രഹിക്കണമേ എന്ന് പറഞ്ഞത്. കാരണം ഈ അനുഗ്രഹങ്ങളെല്ലാം ഓൾറെഡി യാക്കോബിനുണ്ട്. അത് വചനം പഠിക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും. നമ്മളെക്കാളും സമൃദ്ധിയിലാണ് ഓൾറെഡി ഈ യാക്കോബ്. നമുക്ക് ഓരോ ഭാര്യമാരേ ഉള്ളൂ അല്ലേ? യാക്കോബിന് 2 ഭാര്യമാരാ ഉള്ളത്. പോരെ? മാത്രമല്ല ഭാര്യമാരുടെ കാര്യം നോക്കാൻ അവർക്ക് ഓരോരുത്തർക്കും ഓരോ ആയമാരും. ഈ 2 ഭാര്യമാരിൽ നിന്ന് 11 പിള്ളേർ ഇപ്പോഴുണ്ട്. ഇനി സമ്പത്ത് വെച്ച് നോക്കുവാണെങ്കിൽ 10,000-കണക്കിന് ആടുണ്ട് യാക്കോബിന്. തൻ്റെ അമ്മായിയപ്പന് ഉണ്ടായിരുന്ന ആടിനേക്കാൾ ഫസ്റ്റ് ക്വാളിറ്റി വിലപിടിപ്പുള്ള ആടാണ് യാക്കോബിനുള്ളത്. അപ്പൊ ഈ ആടുകളെ മുഴുവൻ നോക്കുവാൻ വേലക്കാർ വേണം, ഇഷ്ടം പോലെ. അങ്ങനെ വേലക്കാരുമുണ്ട് ഓൾറെഡി. അപ്പൊ സാമ്പത്തിക വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മളെക്കാളെല്ലാം ഉന്നത നിലവാരത്തിലാണ് യാക്കോബ് നിൽക്കുന്നത്. അവൻ പട്ടിണിയിലല്ല. അപ്പൊ പിന്നെ എന്തിനാണ് എന്നെ അനുഗ്രഹിക്കണമേ എന്ന് പറഞ്ഞത്? യാക്കോബ് എൻ്റെ ദൈവമേ എന്നെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ യാക്കോബിൻ്റെ മനസ്സിലുള്ള കാഴ്ചപ്പാടോ ആഗ്രഹങ്ങളോ ഇതൊന്നും ആയിരുന്നില്ല. പ്രിയമുള്ളവരെ, യാക്കോബിൻ്റെ ചരിത്രം നമുക്ക് വായിക്കുമ്പോൾ അറിയാൻ പറ്റും. യാക്കോബ് തൻ്റെ അമ്മയുടെ ഉദരത്തിൽ ജനിച്ചപ്പോൾ തന്നെ പിടിച്ചുപറിക്കാരനായിട്ടാണ് വളർന്നു വന്നത്. യാക്കോബ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ പേര് തന്നെ ഉപായി എന്നാണ്. എന്ന് പറഞ്ഞാൽ ഉപായത്തിൽ കാര്യങ്ങൾ നടപ്പിലാക്കുന്നവൻ, ഉപായം നടത്തുന്നവൻ, തട്ടിപ്പ് നടത്തുന്നവൻ, പിടിച്ചുപറിക്കാരൻ എന്നുള്ള അർത്ഥമൊക്കെയാണ് ഈ യാക്കോബിൻ എന്ന പേരിൻ്റെ അർത്ഥം തന്നെ. അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ ടിൻസായിട്ട് ജനിച്ച തൻ്റെ സഹോദരനായ ചേട്ടൻ്റെ കാലെ പിടിച്ചോണ്ടാണ് ഇവൻ ജനിച്ചത് തന്നെ. കാലേവാരിയായിട്ടാ, ചേട്ടൻ്റെ തന്നെ കാല് വാരിക്കൊണ്ടാണ് ഇവൻ ജനിച്ചത്. കണ്ടോ? വളർന്ന സാഹചര്യത്തിൽ തൻ്റെ ചേട്ടന് ചുമന്ന പാൽപ്പായസം കൊടുത്തിട്ട് ജ്യേഷ്ഠ അവകാശം ജ്യേഷ്ഠനിൽ നിന്ന് വാങ്ങിയവനാണ് യാക്കോബ്. മാത്രമല്ല ചേട്ടനാണ് എന്ന് പറഞ്ഞ് ആൾമാറാട്ടം നടത്തി കണ്ണ് കാണാൻ പാടില്ലായിരുന്ന അപ്പൻ്റെ അടുക്കൽ പോയി ചേട്ടന് കിട്ടേണ്ട അനുഗ്രഹം ഇതാ തട്ടിപ്പറിച്ച് വാങ്ങിച്ചവനാണ് യാക്കോബ്. വീണ്ടും അമ്മായിയപ്പൻ്റെ അടുക്കൽ ചെന്ന് അല്ലേ, അമ്മായിയപ്പൻ്റെ സമ്പത്തുകളും ആടുകളെല്ലാം നോക്കി അങ്ങനെ ഇവൻ അമ്മായിയപ്പനേക്കാൾ സമ്പന്നനായി മാറി. ഏറ്റവും നല്ല ആടുകളെയൊക്കെ വളർത്താനും കരസ്ഥമാക്കാനും ഇവന് പ്രാപ്തിയുള്ളവനായി മാറി. ഒരു പെണ്ണിനെ അല്ല, 2 പെണ്ണുങ്ങളെ, അപ്പൊ 2 പേരെ ഭാര്യമാരാക്കാൻ അവന് സാധിച്ചു. അവൻ്റെ ജീവിതം മുഴുവൻ പരിശോധിക്കുമ്പോൾ പ്രിയമുള്ളവരെ കാണുവാൻ സാധിക്കും, എപ്പോഴും എല്ലായിടത്തും സ്വന്തം കുടുംബത്തിൽ നിന്ന് തുടങ്ങിയതാ. ഉപായത്തിൽ, തട്ടിപ്പിലൂടെ, കാപട്യത്തിലൂടെ സമ്പന്നനായി മാറുക, സമ്പത്ത് സ്വന്തമാക്കുക, എല്ലാം വെട്ടിപ്പിടിക്കുന്ന സ്വഭാവക്കാരനായിരുന്നു യാക്കോബ്. എല്ലായിടത്തും ആൾമാറാട്ടം നടത്തുക, പേര് മാറ്റി പറയുന്ന പ്രകൃതം ഈ യാക്കോബിനുണ്ടായിരുന്നു. യാക്കോബിന് മനസ്സിലായി, ഞാൻ ഇനിയും ഇതാ എൻ്റെ ചേട്ടൻ്റെ അടുത്തോട്ട് ചെല്ലുകയാണ്. അവിടെ എനിക്ക് ആൾമാറാട്ടം നടത്താൻ പറ്റുകയില്ല. ആൾമാറാട്ടം നടത്താനോ പേര് മാറ്റി പറയാനോ വേഷം മാറ്റി വേറെ വേഷത്തിൽ ചെല്ലാനോ ഒന്നും അവിടെ പറ്റുകയില്ല. എൻ്റെ ചേട്ടൻ്റെ മുമ്പിൽ സത്യം വെളിപ്പെടുത്തേണ്ടവനാ ഞാൻ. അതുകൊണ്ട് തൻ്റെ ചേട്ടനെ സ്വീകരിക്കുവാൻ, ചേട്ടൻ്റെ മുൻപിൽ നിൽക്കുവാനുള്ള പ്രാഗൽഭ്യം ഈ യാക്കോബിന് വേണം. തൻ്റെ ചേട്ടൻ്റെ മുമ്പിൽ നിൽക്കാനുള്ള മനത്തൻ്റെ ഇടം, ശക്തി, അഭിഷേകം ഈ യാക്കോബിന് വേണം. അതുകൊണ്ടാണ്
ആ രാത്രി മുഴുവൻ ദൈവവുമായിട്ട് മൽപ്പിടുത്തം നടത്തി, ദൈവമേ എന്നെ അനുഗ്രഹിച്ചാലല്ലാതെ നിന്നെ ഞാൻ വിടുകയില്ല എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? യാക്കോബിനോട് ദൈവം ചോദിച്ചു, നിന്റെ പേരെന്താ? അവൻ അവിടെ സത്യം വെളിപ്പെടുത്തുകയാണ്. ദൈവത്തിൻ്റെ മുൻപാകെ താൻ ആരാണ് എന്ന് സത്യം വെളിപ്പെടുത്തി, ഞാൻ യാക്കോബാണ് ദൈവമേ, നിന്റെ മുമ്പിൽ ഞാൻ അടിയറവ് വെക്കുന്നു, നിന്റെ മുൻപിൽ ഞാൻ അടിയറവ് വെക്കുന്നു, ഞാൻ എന്നെ തന്നെ വെളിപ്പെടുത്തുന്നു, ഞാൻ ആരാണെന്ന് നിനക്കറിയാമല്ലോ, ഞാൻ യാക്കോബ, ചതിയൻ, പിടിച്ചു പറിക്കാരൻ, എല്ലാം സ്വന്തമാക്കുന്നവൻ, എല്ലാമായ യാക്കോബ ഞാൻ എന്ന തന്നെ തൻ്റെ ആയിരിക്കുന്ന അവസ്ഥയെ, തൻ്റെ അഹം മനുഷ്യനെ അവൻ വെളിപ്പെടുത്തുവാൻ തയ്യാറായപ്പോൾ ദൈവം പറയുക, നീ എൻ്റെ മുൻപിൽ എളിമപ്പെട്ടത് കൊണ്ട്, നിന്നെ തന്നെ നീ മറച്ചു വെക്കാതെ നീ താഴ്ത്തി നിന്നെ തന്നെ നീ എൻ്റെ മുമ്പിൽ വെളിപ്പെടുത്തിയത് കൊണ്ട് ഞാനിതാ ശപഥം ചെയ്യുന്നു, നിന്റെ പേര് ഞാൻ മാറ്റുകയാണ്, നീ ഇസ്രായേൽ എന്ന പേരിൽ അറിയപ്പെടും. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഇത് കേൾക്കുന്ന, ഈ ശബ്ദം കേൾക്കുന്ന എൻ്റെ പ്രിയമുള്ളവരെ, യാക്കോബ് എന്തിനു വേണ്ടിയാ ആ രാത്രി മുഴുവൻ പ്രാർത്ഥിച്ചത്? കുറെ കൂടെ സമ്പത്ത് കിട്ടാനായിരുന്നില്ല, ഒരു ഭാര്യയെ കൂടെ കിട്ടാനായിരുന്നില്ല, കുറെ കൂടെ വേലക്കാരെ കിട്ടാനായിരുന്നില്ല, കുറച്ചും കൂടെ ഭൂസ്വത്ത് കിട്ടാൻ വേണ്ടി ആയിരുന്നില്ല. പിന്നെയോ എന്നിലെ ഇതുവരെയും ഉണ്ടായിരുന്ന സമ്പത്തിനോടുള്ള, ജഡത്തോടുള്ള, ലോകത്തോടുള്ള, ഞാനെന്ന ഭാവത്തോടുള്ള ആ മനുഷ്യനെ, പഴയ മനുഷ്യനെ എന്നിൽ നിന്ന് ഉരിഞ്ഞു മാറ്റുവാൻ വേണ്ടിയുള്ള ഒരു പ്രാർത്ഥനയായിരുന്നു, ഒരു മൽപ്പിടുത്തമായിരുന്നു യാക്കോബ് അവിടെ നടത്തിയത്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? ഇതാ ഇസ്രായേൽ എന്ന ദൈവത്തിൻ്റെ പ്രഭു എന്ന പേര് സമ്പാദിക്കുവാൻ അവന് സാധിച്ചു. ഈ ശബ്ദം കേൾക്കുന്ന പ്രിയമുള്ളവരെ, നിങ്ങളുടെ തട്ടിപ്പ്, വെട്ടിപ്പ്, കള്ളം പറയുന്ന സ്വഭാവം, കള്ളത്തരം കാണിക്കുന്ന സ്വഭാവം, നുണ പറയുന്ന സ്വഭാവം, എങ്ങനെ കുതികാല് വെട്ടിയായാലും പറ്റിച്ചായാലും 10 കാശുണ്ടാക്കണം, എത്ര കള്ളം പറഞ്ഞ കള്ള ഒപ്പിട്ടായാലും വിദേശത്ത് പോകണം, വെല്ലം വെട്ടിപ്പിടിക്കണം എന്നുള്ള ഇങ്ങനെയുള്ള ആഗ്രഹങ്ങളെ, ഇങ്ങനെയുള്ള താല്പര്യങ്ങളെ ദൈവത്തിൻ്റെ മുൻപിൽ നിങ്ങൾ താഴ്ത്തിവെക്കാൻ, എളിമപ്പെടുത്തുവാൻ, വിട്ടുകൊടുക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ ദൈവത്തിൻ്റെ മകൻ എന്ന ആ പേരിന് നിങ്ങൾ അവകാശിയാകും. ഇസ്രായേൽ എന്ന പേര് ദൈവം നിങ്ങൾക്ക് നൽകും. ഹല്ലേലൂയ. എഫേസോസ് 4-ാം അധ്യായം 22-ാമത്തെ തിരുവചനത്തിൽ ഇങ്ങനെ പറയുന്നു, നിങ്ങളുടെ പഴയ ജീവിത രീതിയിൽ നിന്ന് രൂപം കൊണ്ട വഞ്ചന നിറഞ്ഞ ആസക്തികളാൽ കലുഷിതനായ പഴയ മനുഷ്യനെ ദൂരെ എറിയുവിൻ. ആസക്തികളാൽ കലുഷിതമായ ഒരു പഴയ മനുഷ്യൻ നമ്മുടെ അകത്ത് കിടപ്പുണ്ട്. ആ മനുഷ്യനെ ദൂരെ എറിയുവാൻ, വലിച്ചെറിയുവാൻ വേണ്ടിയുള്ള തന്ത്രപ്പാടിലായിരുന്നു യാക്കോബ്. നിങ്ങളും പ്രാർത്ഥിക്കാൻ തയ്യാറാണെങ്കിൽ നിങ്ങളുടെ പഴയ സ്വഭാവത്തെ, മൂടുപടമിട്ടിരിക്കുന്ന ആ പഴയ പ്രകൃതത്തെ, മറ്റുള്ളവരെ പറ്റിക്കുന്ന, തട്ടിപ്പ് കാണിക്കുന്ന ഒരു പഴയ സ്വഭാവം നമുക്കില്ലേ, അതിനെ ദൈവത്തിനു മുമ്പിൽ നിങ്ങൾ ഉരിഞ്ഞു വെക്കാൻ തയ്യാറാണെങ്കിൽ, സമ്മതിച്ചേറ്റു പറയാൻ തയ്യാറാണെങ്കിൽ, ദൈവം ഒരു പുതിയ വ്യക്തിയാക്കി നിങ്ങളെ മാറ്റും. ഒരു പുതിയ പേരിൽ നിങ്ങൾ അന്ന് മുതൽ അറിയപ്പെടാൻ തുടങ്ങും. ഹല്ലേലൂയ. ഈ കൃപ, ഈ അഭിഷേകം, ഇതാണ് അനുഗ്രഹം. ഈ അനുഗ്രഹത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവരും എഴുന്നേറ്റ് നിൽക്കാം. ക്രൂശിൽ കണ്ടു ഞാൻ നിൻ സ്നേഹത്തെ, ആഴമാർന്ന നിൻ മഹത്യാഗത്തെ. ക്രൂശിൽ കണ്ടു ഞാൻ നിൻ സ്നേഹത്തെ. നമ്മളെല്ലാവരെയും യേശുവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം. പഴയ പ്രകൃതത്തെ, പഴയ മനുഷ്യന്റെ പ്രതീകമായ നമ്മുടെ സ്വഭാവത്തെ, പേരിനെ എല്ലാം മായ്ച്ചു കളയുവാൻ തക്കവിധം കഴിവുള്ള
യേശുവിൻ്റെ മുൻപിലാണ് നമ്മൾ വന്നിരിക്കുന്നത്. ചതിയനായ, ഉപായിയായ, തട്ടിപ്പുകാരനായ, അതിനെ പ്രതിനിധീകരിക്കുന്ന യാക്കോബ് എന്ന പേരിലാണോ നമ്മൾ അറിയപ്പെടുന്നത്? അങ്ങനെയൊക്കെ സ്വഭാവങ്ങളാണോ ഇന്ന് നിലവിൽ നമ്മുടെ ജീവിതത്തിലുള്ളത്? പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾ യേശുവിൻ്റെ മുമ്പിലേക്ക് സമർപ്പിക്കാൻ തയ്യാറാണെങ്കിൽ യേശു ഇന്ന് നിങ്ങളെ അനുഗ്രഹിക്കാനും തയ്യാറാണ്. ഈ ഇരു കരങ്ങളെയും ദൈവത്തിന്റെ പക്കലേക്ക് ഉയർത്തിക്കൊണ്ട് ശക്തമായി സ്തുതിച്ചു പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒഴുകട്ടെ, 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 ഒഴുകട്ടെ. ഓ യാക്കോബ് പ്രാർത്ഥിച്ചതുപോലെ കർത്താവേ, മക്കൾ പ്രാർത്ഥിക്കുന്നു. ഇവരുടെ ജീവിതത്തിൽ നീ ഇടപെടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നീ ഇവരെ തുടരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇവരെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പഴയ പേരിനെ നീ മായ്ച്ചു കളയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഒരു പുതിയ പേര്, സ്വർഗത്തിൽ അറിയപ്പെടുന്ന, സ്വർഗത്തിൽ നൽകപ്പെടുന്ന പുതിയ പേരിൽ ഇവരെ അനുഗ്രഹിക്കപ്പെടുവാൻ, അറിയപ്പെടാൻ ഇടവരട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഇവർ അനുഗ്രഹമായി മാറട്ടെ, അനുഗ്രഹിക്കപ്പെടട്ടെ. കണ്ണുനീര് മാറട്ടെ, വേദനകൾ മാറട്ടെ, പ്രയാസങ്ങൾ മാറട്ടെ, തകർച്ചകൾ മാറട്ടെ. യേശുവിനെ പ്രതിനിധീകരിക്കുന്ന ഒരു ദൈവ പൈതലായി ഇവരോരുത്തരും മാറ്റപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആത്മാവേ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന, 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 ആരാധന. യേശുവിന്റെ ശക്തി വ്യാപരിക്കട്ടെ, എല്ലാ മക്കളിലേക്കും വ്യാപരിക്കട്ടെ. ഹൃദയാൽ നിറയട്ടെ, 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 നിറയട്ടെ. യേശുവിന്റെ നാമത്തിൽ തന്നെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. God bless you. നമ്മുടെ നാഥൻ ഒലിവുമലയിൽ അന്ന് നൽകിയ മിഷൻ ദൂത് തലമുറ തലമുറ കൈമാറി കെടാതെ ഞങ്ങൾ ഘോഷിക്കും, കെടാതെ ഞങ്ങൾ ഘോഷിക്കും.